ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് കറണ്ട് ഫീലിങ്സ്? എന്താണ് കറണ്ട് ഫീലിങ്സ്? എൻ്റെ വ്യൂസിനെ പ്രതി, വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്താണ് കറണ്ട് ഫീലിങ്സ്? വളരെ ദുഃഖത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നത്? ഓക്കെ, നിങ്ങളെ മിസ്സ് ചെയ്യുന്നു പാവം. ഓക്കെ 2 നമ്പറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ മിസ്സ് ചെയ്യുന്നു, നിങ്ങളുടെ സ്നേഹത്തെ മിസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് ദുഃഖിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത്? സ്നേഹം. ഓക്കെ, അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ഈ റിലേഷനെ നിങ്ങൾക്ക് വീണ്ടും പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിലുണ്ടോ? എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. വീണ്ടും 9 ആണല്ലോ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ റിലേഷൻഷിപ്പിലുണ്ടോ? ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലവ് തേർഡ് പാർട്ടി ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് വേണ്ടത്രതായിട്ടുള്ള യാതൊരു പ്രൊട്ടക്ഷനോ സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാകുന്നുണ്ട്. തേർഡ് പാർട്ടി ഇപ്പോൾ നിലവിലില്ല. കാരണം ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. 2 കാർഡ്സിലും വെയിറ്റിംഗ് എനർജിയാണ് കാണുന്നത്. അപ്പം തേർഡ് പാർട്ടി, ലവ് തേർഡ് പാർട്ടി ഇപ്പോൾ നിലവിൽ എന്തായാലും അവരോട് യാതൊരു സ്നേഹവും കെയറിങ്ങും കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അഥവാ ഇനി ഫാമിലി ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ശരി തന്നെ, അവരുടെ വാക്കുകൾക്കോ ഇവർക്ക് നിങ്ങളുടെ പേഴ്സണ് യാതൊരു വിലയും കൊടുക്കാത്ത ഒരവസ്ഥയിലാണ് പോകുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പൂർണ്ണമായും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോയി ഒരു റീയൂണിയൻ ഉണ്ടാകുമോ? ഓക്കെ, ഇവിടെ റീയൂണിയന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് തേർഡ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊക്കെ ഉണ്ട്, മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തേർഡ് പാർട്ടിയുടെ ഭയം അവർ കൊണ്ട് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സമയം, ഇപ്പം നിലവിൽ നമ്മൾ ഈ റീഡിങ് എടുക്കുന്ന ഈ സമയം അവർക്കൊരു റീയൂണിയന് അവർ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ്, നിങ്ങളോട് സോറി പറയുന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലോങ് ടൈം ഫ്യൂച്ചറിൽ ഒരു റീയൂണിയൻ ഉണ്ടാകും.